മുഖ്യമന്ത്രിയുടെ നാം മുന്നോട്ട് എന്ന ടെലിവിഷൻ ഷോയ്ക്കായി കൂടുതൽ പണം അനുവദിക്കാൻ നീക്കം. ബജറ്റ് വിഹിതം പോരെന്ന് വിവര പൊതുജന സമ്പർക്ക വകുപ്പ്. 2.34 കോടി കൂടി അധികമായി നൽകണമെന്നാണ് ആവശ്യം. PRD സബ്ജക്റ്റ് കമ്മിറ്റിക്ക് പ്രപ്പോസൽ നൽകി. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ഒപ്പം ചേരുന്നു. പ്രജിത്ത്, അതേ നടയിൽ മുറ്റത്ത് ആശാവർക്കർമാർ സമരം നടത്തുന്നുണ്ട്. ഈ വകുപ്പുകളൊക്കെ ഭരിക്കുന്നവർ അവിടെ എവിടെയായി ഇരിപ്പുണ്ടല്ലോ. ഇതിപ്പോൾ നാം മുന്നോട്ട് എന്ന ടെലിവിഷൻ ഷോയ്ക്കായി കൂടുതൽ പണം അനുവദിക്കാനാണ് നീക്കം. അതിനാണ് ശുപാർശ. നോക്കൂ, നാം പിന്നോട്ടാണ് എന്ന് ആശാവർക്കർമാർ പറയുമ്പോൾ അതേ സമയത്താണ് നാം മുന്നോട്ടെന്ന പരമ്പരയ്ക്ക് കൂടുതൽ പണം അനുവദിക്കാനുള്ള നീക്കം നടക്കുന്നത്, അല്ലേ? അങ്ങനെ തന്നെയാണ് കൃഷ്ണ. കാരണം ഈ സർക്കാർ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് പരസ്യ പ്രചാരണങ്ങൾക്ക് തന്നെ ആയിരിക്കും എന്നുള്ളതിനുള്ള കൂടുതൽ തെളിവുകളാണ്. കഴിഞ്ഞ കുറേ കാലമായി സർക്കാർ പല സാമ്പത്തിക വർഷങ്ങളിലായി പരസ്യങ്ങൾക്കും അതുപോലെയുള്ള ഹോർഡിങ്ങുകൾക്കും ബോർഡുകൾക്കും ഒക്കെയായി ചെലവഴിച്ച പണത്തെ പറ്റിയുള്ള പല വാർത്തകളും ജനൻ TV പുറത്തുവിട്ടിട്ടുണ്ട്. തുടർച്ചയായി നമ്മൾ ആ വാർത്തകൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിലേക്കാണ് ഏറ്റവും പുതിയതായി മുഖ്യമന്ത്രിയുടെ പ്രതിവാര ടെലിവിഷൻ ഷോയായ നാം മുന്നോട്ടിന് വേണ്ടി വീണ്ടും കൂടുതൽ പണം അനുവദിക്കണമെന്നുള്ളൊരു ആവശ്യം PRD വകുപ്പ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ വർഷത്തെ വരുന്ന ബജറ്റിൽ 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിൽ ഏതാണ്ട് 5.22 കോടിയാണ് നാം മുന്നോട്ടിനായി ഇപ്പോൾ തന്നെ സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. പക്ഷേ ഇത് പോരാ എന്നുള്ളതാണ് മുഖ്യമന്ത്രി തന്നെ ഭരിക്കുന്ന പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുതിയ ആവശ്യം എന്ന് പറയുന്നത്. അവർ 2.34 കോടി രൂപ കൂടി അധികമായി നൽകണമെന്നുള്ളതാണ് ഇപ്പോൾ PRD വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വിവര പൊതുജന സമ്പർക്ക വകുപ്പിൻ്റെ തലവരെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ കൂടി താല്പര്യപ്രകാരമാണ് ഈ പ്രപ്പോസൽ അത് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വെച്ചിരിക്കുന്നത്. സബ്ജക്റ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ബജറ്റിൽ തുക വകയിരുത്തുന്നതുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് ചില ആവശ്യങ്ങൾ പുതിയതായി വരുമ്പോൾ അത് പരിഗണിക്കുന്നതിന് വേണ്ടിയാണ് സബ്ജക്റ്റ് കമ്മിറ്റി എല്ലാ വകുപ്പുകളിലും ഉള്ളത്. ഈ സബ്ജക്റ്റ് കമ്മിറ്റിയുടെ മേധാവി എന്ന് പറയുന്നത് അതേ വകുപ്പ് ഭരിക്കുന്ന മന്ത്രി തന്നെയായിരിക്കും. ഫലത്തിൽ മുഖ്യമന്ത്രി ഭരിക്കുന്ന വകുപ്പിന് അവിടെ മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടിക്ക് കൂടുതൽ പണം അനുവദിക്കണമെന്ന് മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടുള്ള സബ്ജക്റ്റ് കമ്മിറ്റിക്ക് തന്നെ പ്രപ്പോസൽ നൽകിയിരിക്കുകയാണ്. ഇനി മുഖ്യമന്ത്രി തന്നെ അനുമതി നൽകുന്നതോടെ ഈ ബജറ്റ് വിഹിതം ഏകദേശം 7.56 കോടിയായി ഈ ബജറ്റ് വിഹിതം ഉയരുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പാർട്ടി ചാനൽ തന്നെയാണ് ഇത്തരത്തിൽ ഈ പരിപാടി നിർമ്മിക്കുന്നത്. ആ ചാനലിൽ തന്നെയാണ് ഈ കൂടുതൽ തുകയും ലഭിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. ഇതിന് തുക തിരഞ്ഞെടുത്ത ചാനലുകളും ഇന്ററാക്റ്റീവ് ഷോയ്ക്കുമുള്ള ടെലികാസ്റ്റ് ഫീസ്, ഔട്ട്ഡോർ പബ്ലിസിറ്റി, പരസ്യങ്ങൾ എന്നിവയ്ക്ക് ഉൾപ്പെടുത്തിയാണ് ഈ തുക ഇപ്പോൾ വകയിരുത്തിയിരിക്കുന്നത്. അല്ല, ഇനിയും ഈ പരസ്യങ്ങൾ നൽകുന്നത് എന്തിനാണ്? മനസ്സിലാകാത്തൊരു കാര്യമാണ്. കാരണം ഈ ഷോ വിജയകരമായി മുന്നേറുന്ന ഒരു പരിപാടിയാണെങ്കിൽ ഇതിനൊരു പരസ്യത്തിൻ്റെ ആവശ്യം ഇനി ഇല്ലല്ലോ. അപ്പോൾ പരാജയമെന്ന് സ്വയം സമ്മതിക്കുകയാണോ? അതുകൊണ്ടാണോ കൂടുതൽ പണം തരൂ, പരസ്യം നൽകട്ടെ, ഈ പരിപാടി എങ്ങനെയെങ്കിലും ഒന്ന് വിജയിപ്പിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് ഇവർ പോകുന്നത്? സർക്കാർ ഇത്തരം കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇതേ രീതിയിൽ തന്നെയാണ്. അതായത് ഈ പരിപാടി കൊണ്ട് സർക്കാരിനോ ജനങ്ങൾക്കോ എന്തെങ്കിലും തരത്തിലുള്ള ഗുണമുണ്ട് എന്നുള്ളത് കൊണ്ടൊന്നുമല്ല. അതൊരു പബ്ലിക് PR സ്റ്റണ്ട് മാത്രമായി കാണേണ്ടി വരും. അല്ലെങ്കിൽ ചിലർക്കൊക്കെ തുക അനുവദിക്കുന്നതിന് വേണ്ടി ചില സംവിധാനങ്ങൾക്കൊക്കെ സർക്കാർ തുക ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സർക്കാരിൻ്റെ ഇടപെടലായി കൂടി ഇതിനെ കാണേണ്ടി വരും. അത്തരത്തിലുള്ള നീക്കങ്ങളായി ഒട്ടനവധി പരിപാടികളുണ്ട്.